നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. പ്രതിമാസ ജാതകം എന്നാൽ ജന്മരാശിയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു മാസത്തെ പ്രവചന വിശകലനമാണ്. ഇത് ഒരു വ്യക്തിക്ക് അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള 30 ദിവസത്തെ വിവരങ്ങൾ, സമീപ ഭാവിയിൽ അവർക്ക് കാത്തിരിക്കുന്ന സാഹചര്യങ്ങൾ എന്നിവയെക്കുറിച്ച് വിവരിക്കുന്നു. ഒരു മാസം മുഴുവൻ അവർക്ക് ഏതെല്ലാം വശങ്ങൾ ശുഭവും അശുഭവുമാണെന്ന് വിവരിക്കുന്നു. അവർ പ്രതീക്ഷിക്കേണ്ട കാര്യങ്ങൾ, വിട്ടുനിൽക്കേണ്ട കാര്യങ്ങൾ, ആത്മീയ പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഓരോ രാശിക്കാർക്കും ലഭ്യമാക്കുന്നു. ഈ പ്രവചനങ്ങൾ ഓരോ രാശിക്കാർക്കും അവർക്ക് ആസൂത്രിതമായ രീതിയിൽ മാസം ആരംഭിക്കുവാനും തൊഴിൽ, വിദ്യാഭ്യാസം, ഉദ്യോഗം, സ്നേഹം, വിവാഹം, സമ്പത്ത്, കുടുംബം, കുട്ടികൾ, ബന്ധങ്ങൾ എന്നീ ജീവിതത്തിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് അറിയുവാനും കഴിയും. 2025 ഡിസംബർ മാസത്തെ പ്രതിമാസ രാശിഫലം ഇനി പറയുന്നു. ആദ്യം മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ഒന്നാം പാദമടങ്ങിയ മേടം രാശിക്കാർക്ക് 2025 ഡിസംബർ മാസം വെല്ലുവിളികളുടെയും അതേസമയം അവസരങ്ങളുടെയും മാസമാണ്. വിദേശത്ത് പോകുവാനുള്ള സാധ്യതകൾ ഉൾപ്പെടെ ജോലി സംബന്ധമായ നിരന്തരമായ യാത്രകളുമായി മാസം തിരക്കിലായിരിക്കും. ബിസിനസ്സുകാർക്ക് അനുകൂല ഫലങ്ങൾ ലഭിക്കും. പ്രത്യേകിച്ച് ആദ്യ പകുതിയിൽ പാർട്ണർഷിപ്പ് ബിസിനസ് നേട്ടങ്ങൾ കൊണ്ടുവരും. 5ാം ഭാവത്തിൽ കേതു കാരണം വിദ്യാർത്ഥികൾ വെല്ലുവിളി നേരിടേണ്ടി വരും. പക്ഷേ അവരുടെ പഠനത്തിൽ ആഴത്തിലുള്ള താല്പര്യം വളർത്തിയെടുക്കുവാൻ കഴിയും. നിരന്തരമായ പരിശ്രമങ്ങളിലൂടെ മത്സര പരീക്ഷകളിലെ വിജയവും വിദേശത്ത് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങളും സാധ്യമാകും. മുതിർന്നവരുടെ മാർഗനിർദ്ദേശവും അനുഗ്രഹങ്ങളും ലഭിക്കുന്നതിനാൽ കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും. എന്നിരുന്നാലും നാട്ടുകാരുമായി വാക്തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കും. 20ാം തീയതിക്ക് ശേഷം കുടുംബത്തിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുവാൻ സാധ്യതയുണ്ട്. പ്രണയ ജീവിതത്തിൽ തെറ്റിദ്ധാരണകൾ മൂലം കലഹങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ മാസത്തിന്റെ അവസാന പകുതിയിൽ കാര്യങ്ങൾ മെച്ചപ്പെടും. ഭർത്തൃവീട്ടുകാരുടെ ഇടപെടലുകൾ ആശങ്കകൾ ഉണ്ടാക്കുമെങ്കിലും വിവാഹിതരായ ദമ്പതികൾ മാസത്തിന്റെ തുടക്കത്തിൽ സന്തോഷകരമായ ജീവിതം ആസ്വദിക്കും. ഡിസംബർ മാസം ചെലവുകളിലും വരുമാനത്തിലും ഏറ്റക്കുറച്ചിലുകൾ കാണുന്നു. തുടക്കത്തിൽ ഉയർന്ന തോതിൽ സാമ്പത്തിക സമ്മർദ്ദം ഉണ്ടാകുമെങ്കിലും 2ാം പകുതി ഗ്രഹങ്ങളുടെ രാശിമാറ്റം കാരണം മെച്ചപ്പെടും. മാസത്തിന്റെ ആദ്യ പകുതി വയറ്റിലെ പ്രശ്നങ്ങൾ, ഉറക്ക തകരാറുകൾ, അലർജികൾ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടുവന്നേക്കാം. പക്ഷേ 2ാം പകുതി മെച്ചപ്പെടും. ശരിയായ പരിചരണം, ഭക്ഷണക്രമം, ഉറക്കം എന്നിവ ആരോഗ്യം നിലനിർത്തുവാൻ അത്യന്താപേക്ഷിതമാണ്. മൊത്തത്തിൽ ജോലി, കുടുംബം, സാമ്പത്തിക മേഖലകൾ എന്നിവയിൽ ഈ മാസം പുരോഗതി കൈവരിക്കുന്നു. ഈ രാശിക്കാർ കാര്യങ്ങളെ ക്ഷമയോടെ കൈകാര്യം ചെയ്യുകയും ആരോഗ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യണം. അടുത്തത് ഇടവൻ രാശി. കാർത്തിക 2-3 പാദം, രോഹിണി, മകീര്യം 1-2 പാദം. 2025 ഡിസംബറിൽ ഇടവൻ രാശിക്കാർക്ക് സമ്മിശ്ര ഫലങ്ങൾ അനുഭവപ്പെടും. 7ാം ഭാവത്തിലെ ശുക്രൻ ബിസിനസ് വിജയം നൽകുന്നു, പ്രത്യേകിച്ച് ആദ്യ പകുതിയിൽ. പക്ഷേ ഗ്രഹങ്ങളുടെ രാശിമാറ്റങ്ങൾ കാരണം പിന്നീട് വെല്ലുവിളികൾ ഉയർന്നേക്കാം. ബിസിനസ്സുകാർക്ക് സർക്കാർ മേഖലകളിൽ നിന്നും പാർട്ണർഷിപ്പുകളിൽ നിന്നും പ്രയോജനം ലഭിക്കും. പക്ഷേ ബിസിനസ് പങ്കാളികളുമായി എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടാവുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. കരിയർ സംബന്ധമായി 10ാം ഭാവത്തിൽ രാഹു സ്ഥിതി ചെയ്യുന്നതിനാൽ ജോലിയിൽ കുറുക്കുവഴികൾ തേടുന്നത് ഉപേക്ഷിക്കണം. അതേസമയം മുതിർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള പിന്തുണ ജോലിസ്ഥലത്തെ പ്രശ്നങ്ങളെ നിയന്ത്രിക്കുവാൻ സഹായിക്കും. വിദ്യാർത്ഥികൾക്ക് പുരോഗതിയുണ്ടാകും, പ്രത്യേകിച്ച് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക്. വിദേശത്ത് പഠിക്കുവാനുള്ള അവസരങ്ങൾ ഉയർന്നു വരുന്നതോടെ ഉപരിപഠനം നടത്തുന്നവർക്ക് അംഗീകാരവും വിജയവും നേടാനാകും. രാഹുവിന്റെയും കേതുവിന്റെയും സ്വാധീനം കാരണം കുടുംബജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകും. ഇത് മാതാപിതാക്കളുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിനും അവരുടെ ആരോഗ്യ ആശങ്കകൾക്കും കാരണമാകും. എന്നിരുന്നാലും സഹോദരങ്ങളുടെ പിന്തുണയും സാമ്പത്തിക സ്ഥിരതയും ആശ്വാസം നൽകും. പ്രണയബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലാകും. പ്രണയ വിവാഹത്തിനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിലും മാസത്തിന്റെ 2ാം പകുതി വൈകാരികമായി വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും. വിവാഹിതരായ വ്യക്തികൾ കോപം നിയന്ത്രിക്കുകയും പരസ്പര ധാരണയോടെ മുന്നോട്ടു പോകേണ്ടതും ഈ ഘട്ടത്തിൽ അത്യാവശ്യമാണ്. സാമ്പത്തികമായി സ്ഥിരമായ വരുമാനം പ്രതീക്ഷിക്കുന്നു. ശ്രദ്ധാപൂർവമായ ആസൂത്രണമില്ലെങ്കിൽ മാസത്തിന്റെ 2ാം പകുതിയിൽ ചിലവുകൾ വർദ്ധിച്ചു വരും. പനി, ശരീരവേദന തുടങ്ങിയ ചെറിയ അസുഖങ്ങളോടെ മാസാവസാനം ആരോഗ്യം കുറയാം. സമീകൃത ആഹാരം നിലനിർത്തുന്നതും യഥാസമയം വൈദ്യസഹായം തേടേണ്ടതും അത്യാവശ്യമാണ്. അടുത്തത് മിഥുനം രാശി. മകീര്യം 3-4 പാദം, തിരുവാതിര, പുണർദം 1-2-3 പാദമടങ്ങിയ മിഥുനം രാശിക്കാർക്ക് 2025 ഡിസംബർ മാസം ഉയർച്ച താഴ്ചകളുടെ ഒരു മാസമായിരിക്കും. തുടക്കത്തിൽ 6ാം ഭാവത്തിൽ സൂര്യൻ, ചൊവ്വ, ശുക്രൻ തുടങ്ങിയ ഗ്രഹങ്ങളുടെ സ്ഥാനവും വ്യാഴത്തിന്റെ വക്രഗതിയിലുള്ള മാറ്റവും
ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ജാഗ്രത ആവശ്യപ്പെടുന്നു. ജോലി സംബന്ധമായി മാസം അനുകൂലമായിരിക്കും. കാരണം കഠിനാധ്വാനവും പൂർണ്ണ ശ്രദ്ധയും ജോലിസ്ഥലത്ത് വിജയവും അംഗീകാരവും നൽകും. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം മുടങ്ങിയ പദ്ധതികൾ പുനരാരംഭിക്കാൻ സാധ്യതയുണ്ട്. പാർട്ണർഷിപ്പ് സാമ്പത്തിക നേട്ടങ്ങൾ കൊണ്ടുവരും, പ്രത്യേകിച്ച് മാസത്തിന്റെ പകുതിക്ക് ശേഷം. മാസത്തിന്റെ ആദ്യ പകുതിയിൽ പ്രണയബന്ധങ്ങളിൽ മിതമായ പുരോഗതി കാണും. പക്ഷേ രണ്ടാം പകുതി ആഴത്തിലുള്ള ബന്ധങ്ങളിലേക്ക് നയിക്കും. ഇത് വിവാഹ ചർച്ചകളിൽ കലാശിച്ചേക്കാം. ജീവിത പങ്കാളിയുടെ തർക്കങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ കാരണം ദാമ്പത്യ ജീവിതം വെല്ലുവിളികൾ നേരിടാം. ക്ഷമയും പരിചരണവും ആവശ്യമുള്ള സമയമായിരിക്കും. സാമ്പത്തികമായി മാസത്തിന്റെ ആരംഭം അസ്ഥിരമായിരിക്കും. വർദ്ധിച്ച ചെലവുകൾ ഉണ്ടാകും. പക്ഷേ മാസത്തിന്റെ രണ്ടാം പകുതിയാകുമ്പോഴേക്കും വരുമാനം മെച്ചപ്പെടും. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്, പ്രത്യേകിച്ച് മത്സര പരീക്ഷകളിലും ഉന്നത വിദ്യാഭ്യാസത്തിലും. വിദേശത്ത് പഠിക്കുവാനുള്ള അവസരങ്ങൾ കൈവരും. വ്യാഴം കുടുംബകാര്യങ്ങളിലെ ഐക്യം വർദ്ധിപ്പിക്കുന്നതിനാൽ ഇടയ്ക്കിടെ വെല്ലുവിളികൾ ഉണ്ടാകാമെങ്കിലും കുടുംബജീവിതം സമാധാനപരമായി മുന്നോട്ടു പോകും. സഹോദരങ്ങളുമായുള്ള ബന്ധങ്ങളിൽ ശ്രദ്ധ ആവശ്യമായി വന്നേക്കാം. അവരെ സഹായിക്കുന്നത് ബന്ധങ്ങളെ ശക്തിപ്പെടുത്തും. കണ്ണുകൾ, ആമാശയം, ക്ഷീണം എന്നിവയുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ശരിയായ പരിചരണം, പോഷകാഹാരം, ഡോക്ടറുടെ ഉപദേശം എന്നിവ ആവശ്യമായി വരും. കർക്കിടകൻ രാശി. പുണർദം 4-ാം പാദം, പൂയം, ആയില്യം അടങ്ങിയ കർക്കിടക രാശിക്കാർക്ക് 2025 ഡിസംബറിൽ അനുകൂലവും വെല്ലുവിളി നിറഞ്ഞതുമായ ഫലങ്ങൾ അനുഭവപ്പെടും. കരിയർ അവസരങ്ങളും ബിസിനസ് വളർച്ചയും വർദ്ധിപ്പിക്കുന്ന കർക്കിടകത്തിൽ വ്യാഴത്തോടെയാണ് മാസം ആരംഭിക്കുന്നത്. മെച്ചപ്പെട്ട സാധ്യതകളുള്ള ജോലികൾ മാറുന്നതിൽ തൊഴിലന്വേഷകർ വിജയം കണ്ടെത്തും. ബിസിനസ് ഉടമകൾക്ക് കച്ചവടപരമായ യാത്രകളിൽ നിന്ന് പ്രയോജനം ലഭിക്കും. സാമ്പത്തികമായി ആദ്യ പകുതി നല്ല നേട്ടങ്ങൾ നൽകും. പക്ഷേ മതപരമായ പ്രവർത്തനങ്ങളും ദീർഘദൂര യാത്രകളും കാരണം രണ്ടാം പകുതിയിൽ ചെലവുകൾ വർദ്ധിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ബുധന്റെ സ്വാധീനം മെമ്മറിയും ശ്രദ്ധയും വർദ്ധിപ്പിക്കുന്നു. ഇത് മത്സര പരീക്ഷകളിലും മറ്റും വിജയത്തിലേക്ക് നയിക്കും, പ്രത്യേകിച്ച് രണ്ടാമത്തെ ആഴ്ചയിൽ. വിദേശത്ത് പഠിക്കുവാൻ പദ്ധതിയിടുന്നവർ ഉൾപ്പെടെ ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുവാൻ സാധ്യതയുണ്ട്. കുടുംബജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകും. വ്യാഴം തുടക്കത്തിൽ സമാധാനം നിലനിർത്തുമെങ്കിലും പിന്നീട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമായേക്കാം. സഹോദരങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തും. മാതാപിതാക്കളിൽ നിന്നുള്ള അനുഗ്രഹങ്ങളും പിന്തുണയും സംതൃപ്തിയും ഉണ്ടാകും. പ്രണയജീവിതം മാസത്തിന്റെ തുടക്കത്തിൽ കലുഷിതമായിരിക്കും. പക്ഷേ ശുക്രന്റെയും ബുധന്റെയും സ്വാധീനത്തോടെ പ്രണയം മാസത്തിന്റെ മധ്യത്തിൽ മെച്ചപ്പെടും. വിവാഹിതരായ വ്യക്തികൾ തമ്മിൽ ആഴത്തിലുള്ള ബന്ധവും യാത്രയ്ക്കുള്ള അവസരങ്ങളും ഉണ്ടാകും. ആരോഗ്യം ശ്രദ്ധ ആവശ്യപ്പെടുന്നു, പ്രത്യേകിച്ച് ആമാശയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക്. കാരണം 4-ന് ശേഷമുള്ള ഗ്രഹചലനങ്ങൾ ദുർബലതകൾ വർദ്ധിപ്പിച്ചേക്കാം. വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഭക്ഷണത്തിൽ ജാഗ്രത പാലിക്കുകയും സമയബന്ധിതമായ വൈദ്യോപദേശം തേടുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അടുത്തത് ചിങ്ങൻ രാശി. മകം, പൂരം, ഉത്രം 1-ാം പാദം അടങ്ങിയ ചിങ്ങൻ രാശിക്കാർക്ക് അവസരങ്ങളുടെയും വെല്ലുവിളികളുടെയും ഒരു മാസമായിരിക്കും. കേതുവിന്റെയും രാഹുവിന്റെയും സ്ഥാനങ്ങൾ ആത്മപരിശോധനയും ബന്ധത്തിലെ സങ്കീർണതകളും സൂചിപ്പിക്കുന്നു. അതേസമയം 8-ാം ഭാവത്തിലെ ശനി നിരന്തരമായ ചെലവുകളെയും ആരോഗ്യപരമായുള്ള ആശങ്കകളെയും സൂചിപ്പിക്കുന്നു. സൂര്യൻ, ചൊവ്വ, ശുക്രൻ, പിന്നീട് ബുധൻ എന്നിവർ കരിയർ, കുടുംബം, സാമ്പത്തിക കാര്യങ്ങൾ എന്നിവയെ സ്വാധീനിക്കുകയും വൈവിധ്യമാർന്ന ഫലങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. 4-ാം തീയതിക്ക് ശേഷം 11-ാം ഭാവത്തിലേക്കുള്ള വ്യാഴത്തിന്റെ ഗതി സാമ്പത്തികവും കരിയറും ശക്തിപ്പെടുത്തുകയും തൊഴിൽ മാറ്റങ്ങളും സ്ഥാനക്കയറ്റങ്ങളും സാധ്യമാക്കുകയും ചെയ്യും. ബിസിനസ് ഉടമകൾ അനാവശ്യമായ എടുത്തുചാട്ടം മൂലമുള്ള അപകട സാധ്യതകൾ ഒഴിവാക്കി ജാഗ്രതയോടെ നീങ്ങണം. മത്സര പരീക്ഷകളിൽ വിദ്യാർത്ഥികൾ വിജയം കൈവരിക്കും. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കുവാനുള്ള സമയമാണ്. മാതാപിതാക്കൾക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാമെങ്കിലും സ്വത്ത് വാങ്ങലുകളും നവീകരണ പ്രവർത്തനങ്ങളും സന്തോഷം നൽകുന്നതിനാൽ കുടുംബജീവിതം സന്തോഷപ്രദമായിരിക്കും. പ്രണയബന്ധങ്ങൾ മാസത്തിന്റെ മധ്യത്തിൽ മെച്ചപ്പെടുന്നു. ആഴത്തിലുള്ള പ്രതിബന്ധങ്ങളില്ലെങ്കിൽ വിവാഹത്തിന് പോലും സാധ്യതയുള്ള സമയമാണ്. രാഹുവിന്റെയും ശനിയുടെയും സ്വാധീനം കാരണം ദാമ്പത്യ ജീവിതത്തിൽ താളപ്പിഴകൾ ഉണ്ടായേക്കാം. ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കുന്നതിനാൽ 4-ാം തീയതിക്ക് ശേഷം സാമ്പത്തിക സാധ്യതകൾ മെച്ചപ്പെടുന്നു. എന്നിരുന്നാലും ആരോഗ്യത്തിൽ ശ്രദ്ധ അത്യാവശ്യമാണ്. ആമാശയം, പിത്തരസം, ചർമ്മ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ആരോഗ്യം നിലനിർത്തുവാൻ അച്ചടക്കമുള്ള ദിനചര്യയും സമയബന്ധിതമായ പരിചരണവും അത്യന്താപേക്ഷിതമാണ്. കന്നിരാശി. ഉത്രം 3-4 പാദം
അത്തം, ചിത്തിര 1-2 പാദമടങ്ങിയ കന്നിരാശിക്കാർക്ക് 2025 ഡിസംബർ മാസം അവസരങ്ങളും വെല്ലുവിളികളുമുള്ള ഒരു ശരാശരി മാസത്തെ സൂചിപ്പിക്കുന്നു. സാമ്പത്തികമായി 11ാം ഭാവത്തിൽ വ്യാഴത്തോടെ മാസം പോസിറ്റീവായി ആരംഭിക്കുന്നു. ഇത് നല്ല വരുമാനം ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്നു. എന്നിരുന്നാലും കേതുവിന്റെയും രാഹുവിന്റെയും സ്ഥാനം കാരണം ചിലവുകൾ വർദ്ധിച്ചേക്കാം. കരിയറിൽ കഠിനാധ്വാനം ഫലം ചെയ്യും. ബിസിനസ്സുകാർ വിജയത്തിനായി കൂടുതൽ പരിശ്രമിക്കേണ്ടതായി വരും. വിദ്യാർത്ഥികൾക്ക് പരിശ്രമത്തിൽ നിന്ന് പ്രയോജനം ലഭിക്കുകയും മത്സര പരീക്ഷകളിൽ വിജയം നേടുകയും ചെയ്യും. ഉന്നത വിദ്യാഭ്യാസം നേടുന്ന അല്ലെങ്കിൽ വിദേശത്ത് പഠിക്കുവാൻ പദ്ധതിയിടുന്ന വിദ്യാർത്ഥികൾക്ക് അവസരങ്ങളുണ്ടാകും. കുടുംബജീവിതത്തിൽ ഐക്യമുണ്ടാകും. എന്നിരുന്നാലും ജോലി സാധ്യതകൾ കാരണം കുടുംബാംഗങ്ങളിൽ നിന്ന് കുറച്ച് അകലം പാലിച്ചേക്കാം. സഹോദരങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടും. മുതിർന്നവർ പിന്തുണ നൽകും. പ്രണയം വിവാഹത്തിലേക്ക് പുരോഗമിക്കുവാനുള്ള സാധ്യതയുണ്ട്. വിവാഹിതരായ ദമ്പതികൾ മാസത്തിന്റെ തുടക്കത്തിൽ പിരിമുറുക്കങ്ങളെക്കുറിച്ച് ജാഗ്രത പാലിക്കണം. സാമ്പത്തികമായി സ്വത്തിൽ നിന്നും വിദേശ വ്യാപാരത്തിൽ നിന്നും നേട്ടങ്ങൾക്ക് അവസരമുണ്ട്. പക്ഷേ ചിലവുകൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. ആരോഗ്യപരമായി തൊണ്ട അല്ലെങ്കിൽ തോളിലെ പ്രശ്നങ്ങൾ പോലുള്ള ചെറിയ വെല്ലുവിളികൾ ഈ മാസം നൽകുന്നു. കന്നിരാശിക്കാർ അണുബാധയെക്കുറിച്ച് ജാഗ്രത പാലിക്കണം. പതിവ് പരിശോധനകളും ജീവിതശൈലിയും ആരോഗ്യം നിലനിർത്തുവാൻ സഹായിക്കും. തുലാം രാശി. ചിത്തിര 3-4 പാദം, ചോതി, വിശാഖം 1-2-3 പാദം അടങ്ങിയ തുലാം രാശിക്കാർക്ക് ഡിസംബർ 2025 അനുകൂലമായ മാസത്തെ സൂചിപ്പിക്കുന്നു. പ്രൊഫഷണലായി മുതിർന്ന ഉദ്യോഗസ്ഥരുടെ പിന്തുണയും കഠിനാധ്വാനവും നല്ല ഫലങ്ങൾ നൽകുന്ന തൊഴിൽ മാറ്റങ്ങളും ബിസിനസ് വളർച്ചയ്ക്കും സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങൾ ചില വെല്ലുവിളികൾ അഭിമുഖീകരിക്കേണ്ടി വരും. പക്ഷേ 4ാം തീയതിക്ക് ശേഷം വർദ്ധിച്ച ഐക്യവും ധാരണയും ഉപയോഗിച്ച് മെച്ചപ്പെടും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ പ്രയോജനകരമായ മാസമായിരിക്കും. പ്രത്യേകിച്ച് മത്സര പരീക്ഷകളിലും ഉന്നത വിദ്യാഭ്യാസത്തിലും. സാമ്പത്തികമായി ഈ മാസം അനുകൂലമായിരിക്കും. കുടുംബ വരുമാനത്തിലെ വളർച്ചയും സ്വത്ത്, വിദേശ സ്രോതസ്സുകളിൽ നിന്നുള്ള നേട്ടങ്ങളും ഉണ്ടാകും. സഹോദരങ്ങളുടെയും മുതിർന്നവരുടെയും പിന്തുണയോടെ കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ മാസത്തിന്റെ തുടക്കത്തിൽ പങ്കാളിയെ ബാധിച്ചേക്കാം. പക്ഷേ 7ാം തീയതിയോടെ അവ കുറയും. ചെറിയ ചർമ്മ പ്രശ്നങ്ങൾ ഉണ്ടാകാമെങ്കിലും പോസിറ്റീവ് ഗ്രഹ സ്വാധീനം കാരണം മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടും. വൃശ്ചികം രാശി. വിശാഖം 4ാം പാദം, അനിഴം, തൃക്കേട്ടക അടങ്ങിയ വൃശ്ചികം രാശിക്കാർക്ക് 2025 ഡിസംബർ മാസം ഉയർച്ച താഴ്ചകളുടെ മാസമാണ്. തുടക്കത്തിൽ ചൊവ്വ, സൂര്യൻ, ശുക്രൻ എന്നിവ നിങ്ങളുടെ ആദ്യ ഭാവത്തെ സ്വാധീനിക്കുന്നു. അതേസമയം രാഹുവും കേതുവും നിങ്ങളുടെ 4ാമത്തെയും 10ാമത്തെയും ഭാവങ്ങളെ സ്വാധീനിക്കുന്നു. 5ാം ഭാവത്തിലെ ശനി നിങ്ങളെ കഠിനാധ്വാനിയാക്കും. വ്യാഴത്തിന്റെ വക്രഗതി നിങ്ങളുടെ ഭാഗ്യത്തിൽ ഏറ്റക്കുറച്ചിലുകൾക്ക് കാരണമാകും. ബന്ധങ്ങൾ നിലനിർത്തുന്നതിന് നിങ്ങൾ കോപം നിയന്ത്രിക്കുകയും മനസ്സിലെ ഈഗോ ഒഴിവാക്കുകയും വേണം. ജോലി സ്ഥലത്ത് പലവിധത്തിലുള്ള വെല്ലുവിളികളും നേരിടേണ്ടി വരും. ബിസിനസ് ഉടമകൾക്ക് മാസത്തിന്റെ ആദ്യ പകുതിയിൽ നല്ല വരുമാനം പ്രതീക്ഷിക്കാം. അധ്യാപകരിൽ നിന്നും മെന്റർമാരിൽ നിന്നും മാർഗനിർദ്ദേശം ലഭിക്കുമെങ്കിലും വിദ്യാർത്ഥികൾ വിജയത്തിനായി കാര്യമായ ശ്രമം നടത്തേണ്ടതുണ്ട്. കുടുംബജീവിതത്തിൽ അസ്വസ്ഥത അനുഭവപ്പെടാം. കൂടാതെ വീട്ടിൽ നിന്ന് അകന്നു നിൽക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ സുഖകരമായി തോന്നിയേക്കാം. സാമ്പത്തികമായി മാസം ഉയർന്ന ചെലവുകളോടെ ആരംഭിക്കുമെങ്കിലും മാസാവസാനത്തോടെ മെച്ചപ്പെടും. കരിയർ അനുസരിച്ച് ചൊവ്വ, സൂര്യൻ, ശുക്രൻ എന്നിവ നിങ്ങളെ കഠിനാധ്വാനം ചെയ്യാൻ പ്രേരിപ്പിക്കും. പക്ഷേ കേതുവിൽ നിന്നുള്ള ഊർജം തെറ്റുകളിലേക്ക് നയിച്ചേക്കാം. എന്നിരുന്നാലും ഡിസംബർ 7-ന് ശേഷം കാര്യങ്ങൾ മെച്ചപ്പെടും. പ്രണയവും ദാമ്പത്യ ജീവിതവും വെല്ലുവിളികളെ അഭിമുഖീകരിക്കേണ്ടി വരും. വിശ്വാസ പ്രശ്നങ്ങളും മാനസിക സംഘടനകളും ഉടലെടുക്കും. പക്ഷെ മാസാവസാനം നില മെച്ചപ്പെടും. ദഹന സംബന്ധമായ പ്രശ്നങ്ങളും ചെറിയ രോഗങ്ങളും അലട്ടിയേക്കാം. അടുത്തത് ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം 1ാം പാദം അടങ്ങിയ ധനുരാശിക്കാർക്ക് 2025 ഡിസംബർ മാസം വെല്ലുവിളികളും അവസരങ്ങളും നിറഞ്ഞ ഒരു മാസത്തെ സൂചിപ്പിക്കുന്നു. കരിയർ അനുസരിച്ച് മാസത്തിന്റെ ആരംഭം ബുധനിൽ നിന്നുള്ള നല്ല സ്വാധീനത്തോടെ അംഗീകാരവും ബഹുമാനവും നൽകുന്നു. എന്നിരുന്നാലും 12ാം ഭാവത്തിലെ ശുക്രൻ പല കാര്യങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടാക്കും. ഇത് ക്രമേണ മെച്ചപ്പെടും. ബിസിനസ് ഉടമകൾക്ക് വളർച്ച പ്രതീക്ഷിക്കാം. യാത്രാ അവസരങ്ങൾ ഉണ്ടാകും. ബുധൻ ബൗദ്ധിക കഴിവുകൾ വർദ്ധിപ്പിക്കുകയും വിദേശത്ത് വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനത്തിൽ പുരോഗതിയുണ്ടാകും. 3ാം ഭാവത്തിൽ രാഹുവിന്റെ സ്വാധീനം കാരണം സഹോദരങ്ങളുമായുള്ള പിണക്കങ്ങൾ ഉണ്ടാകാമെങ്കിലും കുടുംബജീവിതം സുസ്ഥിരമായി തുടരും. പ്രണയബന്ധങ്ങളെ സംബന്ധിച്ചിടത്തോളം മാസത്തിന്റെ ആദ്യ ഭാഗം ചില സൗന്ദര്യ പിണക്കങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ ചൊവ്വയും ശുക്രനും ഐക്യത്തോടെ നീങ്ങുന്നതിനാൽ മാസത്തിന്റെ മധ്യത്തോടെ സ്ഥിതി മെച്ചപ്പെടും. അതുപോലെ തന്നെ വിവാഹിതരായ ദമ്പതികൾ മാസത്തിന്റെ തുടക്കത്തിൽ വെല്ലുവിളികൾ നേരിടുന്നു. പക്ഷേ 2ാം പകുതിയിൽ കാര്യങ്ങൾ മെച്ചപ്പെടും. സാമ്പത്തികമായി മാസത്തിന്റെ ആരംഭം അപ്രതീക്ഷിത ചെലവുകൾ കൊണ്ടുവന്നേക്കാം.
പക്ഷേ മാസാവസാനത്തോടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. ഗ്രഹങ്ങളുടെ സ്വാധീനം കാരണം വികാരങ്ങളും സമ്മർദ്ദങ്ങളും നിയന്ത്രിക്കുന്നത് ആരോഗ്യം നിലനിർത്തുന്നതിന് നിർണായകമാണ്. മൊത്തത്തിൽ ഡിസംബർ ഒരു സമ്മിശ്ര മാസമായിരിക്കും. മാസത്തിന്റെ രണ്ടാം ഭാഗം നിങ്ങൾക്ക് നല്ല ഗുണങ്ങൾ നൽകുന്നു. മകരം രാശി. ഉത്രാടം 2, 3, 4 പാദം, തിരുവോണം, അവിട്ടം 1, 2 പാദം അടങ്ങിയ മകരം രാശിക്കാർക്ക് 2005 ഡിസംബർ മാസം നല്ല അവസരങ്ങളും ചെറിയ വെല്ലുവിളികളും നിറഞ്ഞ ഒരു നല്ല മാസമായി പറയാം. സാമ്പത്തികമായി വർദ്ധിച്ച വരുമാനവും പുതിയ സാമ്പത്തിക അവസരങ്ങളുമായി മാസം ശക്തമായി ആരംഭിക്കുന്നു. അനുകൂലമായ ഗ്രഹസ്ഥിതി മകരം രാശിക്കാർക്ക് ഗുണാനുഭവങ്ങൾ കൂടുതൽ നൽകുന്നു. നിങ്ങളുടെ ജോലി സംബന്ധമായി പറയുകയാണെങ്കിൽ കഠിനാധ്വാനവും അർപ്പണബോധവും വിജയത്തിലേക്ക് നയിക്കും. മേലുദ്യോഗസ്ഥരിൽ നിന്നും അഭിനന്ദനങ്ങളും ആദരവും ലഭിക്കും. ബിസിനസ് വളർച്ചയ്ക്കും നല്ല സാധ്യതയുള്ള മാസമാണ്. എന്നിരുന്നാലും മാസം പുരോഗമിക്കുമ്പോൾ ചില തടസ്സങ്ങൾ ഉയർന്നു വന്നേക്കാം. ബിസിനസ് ഉടമകളെ സംബന്ധിച്ചിടത്തോളം മാസത്തിന്റെ രണ്ടാം പകുതിയിൽ ചെറിയ ചില തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും അന്താരാഷ്ട്ര വ്യാപാരം വലിയ രീതിയിലുള്ള ലാഭം കൊണ്ടുവരും. ബന്ധങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. പ്രണയബന്ധങ്ങൾക്ക് ചില തടസ്സങ്ങൾ അനുഭവപ്പെടാം. പക്ഷേ മാസം പുരോഗമിക്കുമ്പോൾ നില മെച്ചപ്പെടുവാൻ സാധ്യതയുണ്ട്. വിവാഹിതരായ വ്യക്തികൾക്ക് ആദ്യ പകുതി അനുകൂലമാണ്. എങ്കിലും എല്ലാ കാര്യങ്ങളിലും ഒരു പരസ്പര ധാരണ ഗുണം ചെയ്യും. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിലുള്ള അശ്രദ്ധ ഒഴിവാക്കിയില്ലെങ്കിൽ മത്സര പരീക്ഷകളിൽ വിജയിക്കുവാനുള്ള അവസരം നഷ്ടപ്പെടും. ചെറിയ സംഘർഷങ്ങളും സ്വത്ത് തർക്കങ്ങളും ഉണ്ടാകുമെങ്കിലും കുടുംബജീവിതം സന്തോഷപ്രദമായി തുടരും. നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കും. എന്നിരുന്നാലും മാസത്തിന്റെ അവസാനത്തിൽ ചെലവുകളും വർദ്ധിക്കും. ഇതിന് ശ്രദ്ധാപൂർവം ആസൂത്രണം ആവശ്യമാണ്. ആരോഗ്യകാര്യങ്ങൾ, പ്രത്യേകിച്ച് ദഹന വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിനാൽ ആരോഗ്യകരമായ ദിനചര്യ നിലനിർത്തുന്നത് നിർണായകമാണ്. അടുത്തത് കുംഭം രാശി. അവിട്ടം 3, 4 പാദം, ചതയം, പൂരുട്ടാതി 1, 2, 3 പാദം. 2025 ഡിസംബർ മാസം കുംഭം രാശിക്കാർക്ക് ആവേശകരമായ മാസമായിരിക്കും. ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ അവസരങ്ങളും ചെറിയ ചില വെല്ലുവിളികളും ഉണ്ടാകാം. ജോലി ചെയ്യുന്നവർക്ക് മുതിർന്ന ഉദ്യോഗസ്ഥരുടെ പിന്തുണയോടെ വിജയാനുഭവങ്ങൾ ഉണ്ടാകും. ബിസിനസ്സിൽ ഉയർച്ചാ താഴ്ചകൾ അഭിമുഖീകരിക്കേണ്ടി വരും. തെറ്റിദ്ധാരണകൾ പരിഹരിച്ച് മുന്നോട്ടു പോകേണ്ടി വരും. വ്യാഴത്തിന്റെ വക്രഗതി ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിരിക്കും. മാസത്തിന്റെ രണ്ടാം പകുതി സാമ്പത്തികമായി നേട്ടങ്ങൾ കൊണ്ടുവരും. വിദ്യാഭ്യാസപരമായി വിദ്യാർത്ഥികൾ മാസത്തിന്റെ തുടക്കത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കും. പക്ഷെ പിന്നീട് പഠനകാര്യങ്ങളിൽ നിന്നും ശ്രദ്ധ വ്യതിചലിക്കാൻ സാധ്യതയുണ്ട്. കഠിനാധ്വാനം വിജയത്തിലേക്ക് നയിക്കും. പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടുന്ന അല്ലെങ്കിൽ വിദേശത്ത് പഠിക്കുന്നവർക്ക്. തെറ്റിദ്ധാരണകൾ കാരണം കുടുംബജീവിതത്തിൽ ചില കശപിശകൾ ഉണ്ടാകാം. പക്ഷേ ക്ഷമയും പരസ്പര ധാരണയും ഇതൊക്കെ പരിഹരിക്കുവാൻ സാധിക്കും. വ്യാഴത്തിന്റെ വക്രഗതി കുട്ടികളെ കുറിച്ചുള്ള ആശങ്കകൾക്ക് കാരണമായേക്കാം. പക്ഷേ മാസാവസാനത്തോടെ കാര്യങ്ങൾ മെച്ചപ്പെടും. പ്രണയബന്ധങ്ങളിൽ മാസത്തിന്റെ ആരംഭം അനുകൂലമാണ്. എന്നിരുന്നാലും പിരിമുറുക്കമുണ്ടായിരിക്കും. കേതുവിന്റെ സ്വാധീനം കാരണം വിവാഹിതരായ ദമ്പതികൾക്ക് സ്വരച്ചേർച്ചയില്ലായ്മയുണ്ടാകാം. പക്ഷേ മാസത്തിന്റെ രണ്ടാം പകുതിയിൽ പരസ്പര ധാരണ വർദ്ധിക്കും. വർദ്ധിച്ച ചിലവുകളെ തുടർന്ന് മാസാരംഭത്തിൽ ചില സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. പക്ഷേ കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്നതിലൂടെ മാസാവസാനം നിങ്ങളുടെ വരുമാനം ഉയർന്നു വരും. ആരോഗ്യത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം, പ്രത്യേകിച്ച് ദഹന പ്രശ്നങ്ങൾക്ക്. അതിനാൽ ഭക്ഷണശീലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സന്തുലിതമായ ജീവിതശൈലി നിലനിർത്തുന്നത് നിർണായകമാണ്. അടുത്തത് മീനൻ രാശി. പൂരുട്ടാതി 4 പാദം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ അടങ്ങിയ മീനൻ രാശിക്കാർക്ക് ഡിസംബർ മാസം ഉയർച്ച താഴ്ചകളുടെ മാസമാണ്. ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇവരെയാണ്. 5ാം ഭാവമായ കർക്കിടകൻ രാശിയിൽ വ്യാഴം, 8ാം ഭാവത്തിൽ ബുധൻ, 9ാം ഭാവമായ വൃശ്ചികത്തിൽ സൂര്യൻ, ചൊവ്വ, ശുക്രൻ എന്നിവർ, 12ാം ഭാവത്തിൽ രാഹുവിന്റെയും 6ാം ഭാവത്തിൽ കേതുവിന്റെയും സ്ഥാനം എന്നിവ നിങ്ങളുടെ സാമ്പത്തിക, ആരോഗ്യ, കരിയർ മേഖലകളെ സ്വാധീനിക്കും. സാമ്പത്തികമായി നിങ്ങൾക്ക് അപ്രതീക്ഷിത ചെലവുകൾ നേരിടേണ്ടി വരും. മാസത്തിന്റെ രണ്ടാം പകുതിയിൽ കരിയർ പുരോഗതിയുണ്ടാകും. കഠിനാധ്വാനത്തിലൂടെയും അർപ്പണബോധത്തിലൂടെയും പ്രൊഫഷണൽ വിജയം ലഭിക്കും. മാസത്തിന്റെ ആദ്യ ആഴ്ച മന്ദഗതിയിൽ പോകുന്ന ബിസിനസ് കാര്യങ്ങൾ പിന്നീട് മെച്ചപ്പെടും. ബിസിനസ് യാത്രകളും പങ്കാളികളുമായുള്ള മികച്ച ബന്ധങ്ങളും ബിസിനസിന്റെ ഉയർച്ചയ്ക്ക് കാരണമാകും. പ്രണയത്തിൽ മാസത്തിന്റെ ആരംഭം അനുകൂലമായിരിക്കും. പക്ഷേ ചെറിയ സംഘർഷങ്ങൾ പിന്നീട് ഉയർന്നേക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിന്റെ അനുകൂല സ്ഥാനം ശ്രദ്ധയും അർപ്പണബോധവും വർദ്ധിപ്പിക്കുന്നതിനാൽ ഈ മാസം പ്രതീക്ഷ നൽകുന്നു. എന്നിരുന്നാലും മത്സര പരീക്ഷകളിലെ വിജയത്തിന് സ്ഥിരമായ പരിശ്രമം ആവശ്യമാണ്. കുടുംബജീവിതം സ്വസ്ഥമായിരിക്കും. പക്ഷേ ചൊവ്വയുടെ സ്വാധീനം കാരണം ചില പിരിമുറുക്കങ്ങൾ അനുഭവപ്പെടും. ബന്ധങ്ങളിൽ ശനിയുടെ സ്വാധീനം ദാമ്പത്യത്തിൽ അസ്വസ്ഥതയുണ്ടാക്കും. ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാം. സാമ്പത്തികപരമായി വർദ്ധിച്ച വരുമാനം ലഭിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാം, പ്രത്യേകിച്ച് പ്രൊഫഷണൽ നേട്ടങ്ങളിൽ നിന്നും പൂർവിക സ്വത്തിൽ നിന്നും.
അനിയന്ത്രിതമായ ചെലവുകൾ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കും. ഉയർന്നു വരുന്ന വെല്ലുവിളികളും അവസരങ്ങളും ഒരുപോലെ കൈകാര്യം ചെയ്യുന്നതിന് കഠിനാധ്വാനം, അച്ചടക്കം, അവബോധം എന്നിവ പ്രധാനമായും വേണ്ട ഒരു മാസമാണിത്. ദഹന പ്രശ്നങ്ങളും സന്ധിവാതം പോലുള്ള പ്രശ്നങ്ങളും ചെറിയ രീതിയിൽ അലട്ടിയേക്കാം. മൊത്തത്തിൽ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാമെങ്കിലും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നത് മൂലം ജീവിതത്തെ ഇത് കാര്യമായി ബാധിക്കാനിടയില്ല. ഹരി ഓം.